നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം മുദ്രാവാക്യമുയർത്തി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ജില്ലയിൽ പര്യടനം തുടരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത് ആവേശോജ്വല സ്വീകരണം. ബാർക്കോഴ കേസിലെ ഇപ്പോഴത്തെ കോടതി നിർദ്ദേശം യുഡിഎഫ് സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയും കൂട്ടരും ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കി അനുകൂല റിപ്പോർട്ട് നൽകിപ്പിച്ചു എന്ന കാര്യം മനസ്സിലാക്കിയതിനാലാണ് കോടതി വസ്തുതാ അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതെന്നും പിണറായി വിജയൻ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി പരാമർശത്തിനെതിരെ കെ.സി. വേണുഗോപാൽ എം.പി. വിശ്വാസങ്ങളെ കോടതി വിധിയിലൂടെ മാറ്റിമറിക്കാനാകില്ലെന്നും വിശ്വാസത്തെയും വിശ്വാസികളെയും അവരുടെ വഴിക്ക് വിടണമെന്നും കെ.സി. വേണുഗോപാൽ എം.പി. അപകടം സംഭവിച്ച ശേഷം ഇന്ത്യൻ ആർമിയിൽ നിന്നും തനിക്ക് കടുത്ത അവഗണനയാണുണ്ടായതെന്ന് മുംബൈ തീവ്രവാദ ആക്രമണത്തിൽ പരിക്കേറ്റ ധീരജവാൻ പി.വി. മനീഷ്. ആയിരക്കണക്കിന് സൈനികർ പട്ടാള ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ അടിമപ്പണി ചെയ്യുമ്പോൾ അവശനായ തനിക്ക് ഒരു സഹായിയെ നൽകാൻ സൈന്യം തയ്യാറായില്ലെന്നും പി.വി. മനീഷ്. പറശ്ശിനിക്കടവ് മാട്ടൂൽ റൂട്ടിലെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസിനോട് അധികൃതരുടെ അവഗണന. ബോട്ട് ചിട്ടികൾ പലതും തകർന്നു. അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കുന്നില്ല. പ്രതിഷേധം വ്യാപകം. വാർത്തകൾ വിശദമായി. ബാർക്കോഴ കേസിലെ ഇപ്പോഴത്തെ കോടതി നിർദ്ദേശം യുഡിഎഫ് സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഈ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കൂട്ടരും വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയെന്നും പിണറായി വിജയൻ പയ്യന്നൂരിൽ പ്രതികരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കി അനുകൂല റിപ്പോർട്ട് നൽകിപ്പിച്ചു എന്ന കാര്യം മനസ്സിലാക്കിയതിനാലാണ് കോടതി വസ്തുതാന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. വിജിലൻസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായി വിഴുങ്ങാൻ കോടതി തയ്യാറായിട്ടില്ല. കോടതി അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. ഈ റിപ്പോർട്ടോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ, അതിന്റെ പിന്നിലുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ കോടതി അതിന്മേൽ കൂടുതൽ റിപ്പോർട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ഇവിടെ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് സ്വാഭാവികമായും കോടതിയുടെ ഈ തീരുമാനത്തെ നമുക്ക് കണക്കാക്കാവുന്നത്. മനോജ് വധക്കേസിൽ സിബിഐ അന്വേഷണത്തിന്റെ പിറകിലുള്ളത് ആർഎസ്എസിന്റെ സമ്മർദ്ദമാണ്. കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ എത്തിയത് ഇത് വ്യക്തവുമാക്കുന്നു. ആർഎസ്എസിന്റെ സമ്മർദ്ദം തന്നെയാണ് ഇതിന് കാരണം. ഇതില് ആർഎസ്എസ് ഏതു തരത്തിലാണ് ഗവൺമെന്റിനെ ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ. ആർഎസ്എസ് സമ്മർദ്ദം വരുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് കണ്ണൂർ ജില്ലയിൽ വന്നല്ലോ. അത് നിസ്സാരമായ കാര്യമല്ലായിരുന്നു. ആർഎസ്എസ് താൽപര്യം അതാണ് കണ്ണൂരിലെ ഈ കേസിന്റെ പിന്നിലുള്ളത്. കെ എം മാണിയെ കൊണ്ട് തട്ടിക്കൂട്ടി ബജറ്റ് അവതരിപ്പിക്കുവാനുള്ള ഉമ്മൻചാണ്ടിയുടെ മനസ്സിലിരിപ്പ് പൊളിഞ്ഞുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ്.പി. വി. സുകേശന് എന്ത് വാഗ്ദാനമാണ് നൽകിയതെന്ന് വഴിയെ വ്യക്തമാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. വർഗീയതയെ നേരിടാൻ സിപിഎമ്മിന് മാത്രമേ സാധിക്കൂ എന്നും അതുകൊണ്ട് തന്നെ സിപിഎം ദുർബലപ്പെട്ടുകൂടാ എന്നും കേരളം ജനത തിരിച്ചറിഞ്ഞുവെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. നവകേരള മാർച്ചിന് തലപ്പറമ്പിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മതനിരപേക്ഷ മനസ്സിനേറ്റ മുറിവ് കേരള ജനത തിരിച്ചറിഞ്ഞു. വർഗീയ ശക്തികൾ മതനിരപേക്ഷത താർക്കാൻ കോപ്പുകൂട്ടുന്നതിന്റെ അർത്ഥം ഇക്കാര്യത്തിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരാകെ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് ഒന്നാകെ കേരളം നേരിടുന്ന ആപത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. SNDPയിലുള്ള ആളുകളെ മുഴുവൻ RSSന്റെ ഭാഗത്തേക്ക് അണിനിരത്താനുള്ള ശ്രമം ഉമ്മൻചാണ്ടിയും കോൺഗ്രസും അപ്പോൾ ഒരു ദിവാസ്വപ്നത്തിലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ RSSനെ സഹായിക്കാൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ SNDPയിലുള്ളവരെല്ലാം RSSനെ സഹായിക്കാൻ പോകും. അപ്പോൾ
CPIM ദുർബലമാകും. ആ ചാൻസിൽ ഞങ്ങൾക്ക് നല്ലതുപോലെ ജയിച്ചു വരാം. അപ്പൊ ഈ നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പ്രോത്സാഹിപ്പിക്കുന്നതിന് തൽക്കാലം അതിനെ എതിർക്കാതിരിക്കണം. ആ ഘട്ടത്തിലാണ് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് അല്പം ഉറക്കെ തന്നെ ഈ കാര്യം പറഞ്ഞത്. വർഗീയതയെ നേരിടണമെങ്കിൽ CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ കേരളത്തിൽ കഴിയൂ എന്ന്. നാടിന്റെ ഒരുമയും ഐക്യവും തകർക്കുവാനുള്ള ഗൂഢശക്തികളുടെ ശ്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണം. കേരളത്തിലെ ഭരണകർത്താക്കൾ അഴിമതി എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണിപ്പോൾ. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ വിവിധ മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം മുദ്രാവാക്യമുയർത്തി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിക്കുന്നത്. ഞായറാഴ്ച രാവിലെ പിലാത്തറയിലായിരുന്നു ആദ്യ സ്വീകരണം. ഉച്ചയ്ക്ക് ശേഷം തളിപ്പറമ്പിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. ചടങ്ങിൽ ജെയിംസ് മാത്യു MLA അധ്യക്ഷത വഹിച്ചു. PK ശ്രീമതി MP, MV ഗോവിന്ദൻ, EP ജയരാജൻ, P ജയരാജൻ, KT ജലീൽ, KK ശൈലജ, P മുകുന്ദൻ, P വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. നവകേരളം കെട്ടിപ്പടുക്കാനുള്ള യാത്രയ്ക്ക് സാക്ഷിയാകുന്നത് ജനസഹസ്രങ്ങൾ. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഓരോ കേന്ദ്രങ്ങളെയും ഇളക്കിമറിച്ചാണ് പര്യടനം തുടരുന്നത്. യുവതലമുറയുടെയും സ്ത്രീകളുടെയും നിറസാന്നിധ്യവും യാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നു. നവകേരള മാർച്ച് കണ്ണൂരിന്റെ ഹൃദയഭൂമി തൊട്ടത് ശനിയാഴ്ചയായിരുന്നു. മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം മുദ്രാവാക്യമുയർത്തി നടക്കുന്ന മാർച്ചിനെ എതിരേൽക്കാൻ നാടാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. തളിപ്പറമ്പിലെ ജാഥാ സ്വീകരണം ഏവരിലും ആവേശം നിറച്ചു. ആദ്യം സ്ത്രീകളുടെ ബാൻഡ്യമേളത്തിന്റെ അകമ്പടി, മുത്തുകുടകളും നിറഞ്ഞു. പിറകിൽ യുവതലമുറയുടെ ആവേശ പെരുക്കം നിറഞ്ഞ ബാൻഡ് മേളം, മേള കൊഴുപ്പുകൂട്ടി ചെണ്ടമേളവും. പിറകിൽ ആയിരങ്ങളുടെ മുദ്രാവാക്യം ഏറ്റുവാങ്ങി തുറന്ന ജീപ്പിൽ ജാഥാ ലീഡർ പിണറായി വിജയനും. ചുവപ്പ് വാളണ്ടിയർമാർ ഗാർഡ് ഓഫ് ഓണർ നൽകി ജാഥയെ വേദിയിലേക്ക് ആനയിച്ചു. പതിനായിരങ്ങളാണ് ജാഥയെ സ്വീകരിക്കാൻ ഒഴുകിയെത്തിയത്. പാർട്ടി പതാക നെഞ്ചോട് ചേർത്ത് കൊടികൾ ആഞ്ഞുവീശി ഓരോരുത്തരും ആവേശ സ്വീകരണത്തിൽ പങ്കാളികളായി. സ്വീകരണവേദി നിറഞ്ഞു കവിഞ്ഞ് പുറത്തും റോഡിലുമെല്ലാം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. തുടർന്ന് ജാഥ മലയോരത്തിന്റെ മണ്ണായ ശ്രീകണ്ഠപുരത്തെത്തി. ആവേശ സ്വീകരണം ഇവിടെയും ഏറ്റുവാങ്ങി മട്ടന്നൂരിൽ ഞായറാഴ്ചത്തെ പര്യടനം സമാപിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഭാഗമായുള്ള തുള്ളിമരുന്ന് വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ജില്ലയിൽ 1519 ബൂത്തുകളിൽ നിന്നുമായി 1,90,000 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് വിതരണം നടത്തിയത്. സർക്കാർ ആശുപത്രികൾ, CHCകൾ, PHCകൾ, കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ, സ്വകാര്യ ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലായി 1519 ബൂത്തുകളിലൂടെയാണ് തുള്ളിമരുന്ന് വിതരണം നടത്തിയത്. ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ വളണ്ടിയർമാർ, അംഗനവാടി ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി പ്രത്യേകം പരിശീലനം നേടിയ 7,992 വളണ്ടിയർമാരും 523 സൂപ്പർവൈസർമാരും വാക്സിൻ വിതരണത്തിൽ പങ്കാളികളായി. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ 55 ട്രാൻസിറ്റ് ബൂത്തുകളും 154 മൊബൈൽ ബൂത്തുകളും പ്രവർത്തിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ നടന്നു. മേയർ EP ലത ഉദ്ഘാടനം നിർവഹിച്ചു. ഏഴോം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും തളിപ്പറമ്പ് നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർമാൻ അള്ളാങ്കുളം മഹമ്മൂദ് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഉമ്മർ അധ്യക്ഷനായി. ഔസത്ത്, CV ഹയാസ്, രമേശ്, KS റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു.
പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന PV നാരായണൻകുട്ടിക്കുള്ള റോട്ടറി ക്ലബിന്റെ ഉപഹാരം ചെയർമാൻ അള്ളാങ്കുളം മുഹമ്മദ് നൽകി. തുള്ളിമരുന്ന് വിതരണത്തിന്റെ കണ്ണപുരം പഞ്ചായത്ത് തല ഉദ്ഘാടനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K മോഹനൻ അധ്യക്ഷത വഹിച്ചു. TV രാജമണി, ഡോക്ടർ സജീഷ് ചന്ദ്രൻ, T വത്സല, AV സന്തോഷ് കുമാർ, KV സുഷമ തുടങ്ങിയവർ സംസാരിച്ചു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പയ്യട്ടം KV സ്മാരക വായനശാലയിൽ നടന്നു. മെമ്പർ C പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. P ഉഷ, ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. സേൽ ന്യൂസ്, തളിപ്പറമ്പ്, പാപ്പനശ്ശേരി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി പരാമർശത്തിനെതിരെ KC വേണുഗോപാൽ MP വിശ്വാസങ്ങളെ കോടതി വിധിയിലൂടെ മാറ്റിമറിക്കാനാകില്ലെന്നും വിശ്വാസത്തെയും വിശ്വാസികളെയും അവരുടെ വഴിക്ക് വിടണമെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പ് കഥകളി കേന്ദ്രത്തിന് ക്ഷേത്രകലാ അക്കാദമി അഫിലിയേഷൻ ലഭിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ MP. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഒരു വലിയ വിഷയമായിട്ട് സുപ്രീം കോടതി എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ സുപ്രീം കോടതി ബഹുമാനത്തോടുകൂടി തന്നെ പറയാം, ഓരോ ക്ഷേത്രത്തിലും ഓരോ വിശ്വാസങ്ങളുണ്ട്. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഒരു വിശ്വാസമുണ്ട്. അവിടെ സ്ത്രീകൾക്ക് അകത്ത് കയറുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ട്. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. എത്രയോ വർഷങ്ങളായി അത് പരിപാലിച്ചു. സ്ത്രീകളും ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശബരിമലയിലെ വിശ്വാസവും അതുപോലെ തന്നെയാണ്. എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ആളുകൾ നിൽക്കുന്നു. വിശ്വാസങ്ങളെയെല്ലാം ഒരു കോടതി വിധിയിലൂടെ നമുക്ക് മാറ്റിമറിച്ച് എഴുതിയെടുക്കാൻ കഴിയുന്നതല്ല. ഓരോ വിശ്വാസങ്ങളെയും വിശ്വാസത്തിന്റെ വഴിയിലൂടെ വിടുക എന്നുള്ളതാണ്. ക്യാപ്സൂൾ രൂപത്തിൽ കലകളെ അവതരിപ്പിക്കുന്ന പ്രവണത കലകളെ നശിപ്പിക്കുന്നതാണ്. ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. പാരമ്പര്യ കലകൾ പലതും പുതുതലമുറയ്ക്ക് അന്യമാണ്. ഇന്നത്തെ കാലത്ത് അടുക്കള പോലും സീരിയലിനു വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ മോശമായി ജീവിക്കാം, പരസ്പരം ഇങ്ങനെ സ്നേഹിക്കാതിരിക്കാം, ജീവിതത്തിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാം എന്നൊക്കെ കാട്ടിത്തരുന്ന സീരിയൽ പുതുതലമുറയെയും കുടുംബങ്ങളെയും നാശത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഇത് തിരിച്ചറിയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കാബാലിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി അധ്യക്ഷത വഹിച്ചു. ജെയിംസ് മാത്യു MLA മുഖ്യാതിഥിയായി. കൊയ്യം ജനാർദ്ദനൻ, വത്സല പ്രഭാകരൻ, ഡോക്ടർ കോറമംഗലം നാരായണൻ നമ്പൂതിരി, മാധവി, EP ഹരിജയന്ത് നമ്പൂതിരി, NKE ചന്ദ്രശേഖരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രശസ്ത കഥകളി സംഗീതജ്ഞനും കഥകളി കേന്ദ്രം സംഗീതം പ്രൊഫസറുമായ കലാമണ്ഡലം നാരായണൻ നമ്പീശനെ ആദരിച്ചു. ഇദ്ദേഹം രചിച്ച കഥകളി 444 ചോദ്യോത്തരങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. അപകടം സംഭവിച്ച ശേഷം ഇന്ത്യൻ ആർമിയിൽ നിന്നും തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത് എന്ന് മുംബൈ തീവ്രവാദ ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്ന ധീരജവാൻ PV മനീഷ് പറഞ്ഞു. മദ്രാസ് വെറ്റേറിയൻസ് അസോസിയേഷൻ കണ്ണൂരിൽ നടത്തിയ കുടുംബ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ അടുത്ത് താനൊരു സഹായിയെ ആവശ്യപ്പെട്ട് ഇന്ത്യൻ ആർമിക്ക് എഴുതിയിരുന്നു. എന്നാൽ നിഷേധാത്മക സമീപനമാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് സൈനികർ പട്ടാള ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ അടിമപ്പണി ചെയ്യുമ്പോഴാണ് പരിക്കേറ്റ് അവശനായ തനിക്ക് സഹായിയെ നിഷേധിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് സുപ്രീം കോടതിയിൽ ജയിച്ചു. അങ്ങനെ ഇപ്പോൾ ആർമിയിൽ ഒരു ഓർഡർ വന്നു. 50% അബോവ് ബെറ്റർ 50% നിയറസ്റ്റ് അടുത്തുള്ള വീട്ടിനടുത്തുള്ള നിയറസ്റ്റ് ഡിഫൻസ് ലൊക്കേഷനിൽ പെർമനന്റ് പെൻഷനറിൽ സർവീസ് ചെയ്യാം. ആ ഓർഡറിന്റെ അതിലാണ് ഞാൻ നിന്നത്. പിന്നെ എനിക്ക് ഏറ്റവും അറ്റൻഡറിന് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റ് ചെയ്തപ്പോൾ അത് പകുതിക്ക് വെച്ച് തന്നെ നിർത്തി. എന്നോട് പറഞ്ഞു, ഒരു കേണൽ ലഫ്റ്റനന്റ് ജനറൽ P സാഹസാവ് എന്നോട് പറഞ്ഞു, ജനറൽസ് അസോസിയേഷന്റെ പ്രസിഡന്റാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ബറ്റാലിയനെ തരും മിണ്ടാണ്ട് നിൽക്കുന്നത്. ഞാൻ അതിൽ മിണ്ടാണ്ടിരുന്നു. കാരണം ഇപ്പൊ പേപ്പറിലെല്ലാം വായിക്കാം, മറ്റുള്ളവരുടെ വീടുകളിൽ ഒരു ലക്ഷത്തിന് മേലെ ട്രെയിനഡ് സോൾജേഴ്സ് പലയാളുടെ വീട്ടിലും സർവീസ് ചെയ്യുന്നു. അത് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബറ്റാലിയനെ തരും മിണ്ടാണ്ട് നിൽക്കുക, എവിടെ നിൽക്കണ്ട. ഇപ്പൊ ഞാൻ എവിടെ പോകുമ്പോഴും ബറ്റാലിയൻ സർവീസ് ചെയ്യുമ്പോൾ അനങ്ങാണ്ട് വീട്ടിലിരുന്നു എന്ന് പറയുന്നത്. കോടതിയെ സമീപിച്ചതിന് പ്രതികാരമായി മഞ്ഞുവീഴുന്ന വനാതിർത്തിയിലേക്ക് തന്നെ മാറ്റി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിക്ക് കത്തയച്ചു. എന്നാൽ പ്രതിരോധ മന്ത്രിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സൈനിക നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത്. ലഫ്റ്റനന്റ് കേണൽ RG ശാസ്ത്രി അധ്യക്ഷത വഹിച്ചു. P മുകുന്ദൻ, P ഭാസ്കരൻ, A ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് റിക്രിയേഷൻസ് ക്ലബ്ബ് വയോജന സംഗമം ക്ലബ്ബ് ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അള്ളാങ്കുളം മഹമ്മൂദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള ഒരു മാനസികമായ ഭ്രാന്തി വല്ലാതെ മുതിർന്ന ആളുകൾക്ക് വന്നുപെട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്.
അതിന് ഏറ്റവും ചെറിയ കാരണമാണ് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചത്. നമുക്ക് ആവശ്യമാകുമ്പോൾ, നമുക്ക് അത്യാവശ്യമാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളുകൾ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതെനിക്ക് പ്രായമായതുകൊണ്ടാണോ ഇവർ വരാത്തത് എന്നല്ല, ആ ഒരു ചിന്താഗതി കൊണ്ട് വന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, ഇവിടെ റിക്രിയേഷൻ ക്ലബ്ബ് ആലോചിച്ച് കൊണ്ടും അതുപോലെ തന്നെ ഈ വയോജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെന്ന് പറയും, അവർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ്. റിക്രിയേഷൻ ക്ലബിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് വയോജന സംഗമം നടത്തിയത്. ക്ലബ്ബ് പ്രസിഡന്റ് കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പി മോഹനചന്ദ്രൻ, നോബിൾ മാത്യു, സി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് ഉതകുന്ന തീർത്ഥാടക ടൂറിസത്തിനും ഇക്കോ ടൂറിസത്തിനും കണ്ണൂർ വളവട്ടണം പുഴയിൽ നിരവധി സാധ്യതകളാണുള്ളത്. എന്നാൽ ജലഗതാഗത വകുപ്പ് സർവീസ് നടത്തുന്ന ബോട്ട് ജെട്ടികളുടെ ശോച്യാവസ്ഥ കണ്ടാൽ അറിയാം ഇതെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന്. ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പറശ്ശിനിക്കടവ് മാട്ടൂൽ റൂട്ടിൽ ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് തുടങ്ങിയത്. 1997 സർവീസ് ആരംഭിച്ചത്. എന്നാൽ 10ഓളം ബോട്ട് ജെട്ടികളുടെ സ്ഥിതി ഏറെ ശോചനീയമാണ്. വളവട്ടണം ബോട്ട് ജെട്ടിയാകട്ടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത മണൽ തോണികളുടെയും മറ്റും സൂക്ഷിപ്പ് കേന്ദ്രമാണ്. ജെട്ടികൾ തകർന്നിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നുമില്ല. ജെട്ടി ഇല്ലാണ്ടാവും. നല്ലൊരു ആയമുള്ള ജെട്ടിയായിരുന്നു ആദ്യം. എൻ്റെ ചെറുപ്പകാലത്ത് ഭയങ്കരമായി ബോട്ട് അടുക്കുന്ന കുറേ ബോട്ടുകൾ, യാത്ര ബോട്ടും മീൻ ബോട്ടുകളും അടുക്കുന്ന സ്ഥലമായിരുന്നു. അതിപ്പോൾ ക്രമേണ ഇതിപ്പോൾ ഇല്ലാണ്ടാവുക. പറശ്ശിനിക്കടവ്, മാങ്കടവ്, പാമ്പുരുത്തി, നാറാത്ത്, പാറക്കൽ, പാപ്പിരിശ്ശേരി, വളവട്ടണം, അഴീക്കൽ, മാട്ടൂൽ എന്നിവിടങ്ങളിൽ പല ജെട്ടികളും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതും. ദിനംപ്രതി 10 ട്രിപ്പുകൾ ബോട്ട് സർവീസ് നടത്തുന്നു. 12ഓളം ജീവനക്കാരും ഈ മേഖലയിലുണ്ട്. അധികൃതരുടെ അനാസ്ഥയുടെ പര്യായമാവുകയാണ് ഈ ബോട്ട് ജെട്ടികളെല്ലാം. എത്രയും വേഗം ബോട്ട് ജെട്ടികളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സീൽ ന്യൂസ്, ധർമ്മശാല. ചെക്കിക്കുളം കൃഷ്ണപിള്ള വായനശാല ആഭിമുഖ്യത്തിൽ ചെമ്പോരം പുഴയോരത്തേക്ക് പ്രകൃതിയെ അറിയാൻ പഠനയാത്ര സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ എ പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെക്കിക്കുളം കൃഷ്ണപിള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പുഴയെക്കുറിച്ചും ദേശാടന പക്ഷികളെപ്പറ്റിയും കണ്ടൽച്ചെടികളെക്കുറിച്ചും അറിയുന്നതിനായി ചെമ്മാടം പുഴയോരത്തേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചത്. ചെക്കിക്കുളം ഷാജി, സി മുരളി, ബി സനീഷ്, ടി പ്രശാന്ത് തുടങ്ങി സംസാരിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്ക് വഴി നടപ്പിലാക്കുന്ന ശാസ്ത്രമുകുളം യങ് സയന്റിസ്റ്റ് പരിപാടി കണ്ണൂരിൽ തുടരുകയാണ്. ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കലക്ടർ പി ബാലകിരൺ വിവരസാങ്കേതിക വിദ്യ ഭരണത്തിൽ വിഷയത്തിൽ ക്ലാസ് എടുത്തു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് യങ് സയന്റിസ്റ്റ് പരിപാടി നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ കെ സർല മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പി റമല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ശ്രീജിത്ത്, പള്ളിയറ ശ്രീധരൻ, ദിനകരൻ കുമ്പിലാത്ത് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കേരള എക്സ് സർവീസ് ലീഗ് പുതിയതര യൂണിറ്റ് കുടുംബസംഗമം കണ്ണൂർ ബ്രോഡ്ബിൻ ഹോട്ടലിൽ നടന്നു. പരിപാടി പി ചന്തുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എൻ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം വി ജനാർദ്ദനൻ നമ്പ്യാർ, നവ്യ ലക്ഷ്മണൻ, പി വി ബാലകൃഷ്ണൻ, പി കെ പത്മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ഒരുങ്ങി. ടി കെ ദേവസ്വം ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ സി വേണുഗോപാൽ എം പി വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഒരുപാട് ഭക്തജനങ്ങൾക്ക് താല്പര്യമുണ്ട്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിദേശത്തുള്ള ആളുകൾക്കെല്ലാം താല്പര്യമുണ്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാ വിവരങ്ങളെക്കുറിച്ചും അറിയാനും ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാനും ക്ഷേത്രത്തിന്റെ മറ്റു വഴിപാട് കർമ്മങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിൽ നടക്കുന്ന ക്രിയകളെക്കുറിച്ചും അറിയാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു വെബ്സൈറ്റ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നതോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി അധ്യക്ഷത വഹിച്ചു. ഇ വി ഹരിജേന്ദ്രൻ നമ്പൂതിരി, കൊയ്യം ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി എന്നിവർ സംസാരിച്ചു. മട്ടന്നൂർ സ്വദേശി പി കെ വിനീതാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തത്. വിനീതിനെ കെ സി വേണുഗോപാൽ ആദരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കണ്ടലുകളുടെ തോഴനായി ചെറുകുന്ന് താവത്തെ കണ്ടൽ രാജൻ താവം പുഴയോരത്തെ കണ്ടൽ കാടുകൾ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ പരിസ്ഥിതി സ്നേഹി. പുഴയാണ് രാജന്റെ ലോകം. പുഴയോരത്തെ പച്ചപുതപ്പിക്കുക എന്ന തീവ്ര ശ്രമത്തിലാണ് പാറയിൽ രാജൻ എന്ന കണ്ടൽ രാജൻ.
ചെറുപ്രായത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളിയായിരുന്നു രാജൻ. അക്കാലത്ത് തുടങ്ങിയ കണ്ടൽ പ്രേമം ഇന്നും തുടർന്നു പോരുന്നു. പഴയങ്ങാടി താവംപുഴയോര തല ഉയർത്തി നിൽക്കുന്ന കണ്ടൽ വനങ്ങളിൽ ഏറിയ ഭാഗവും രാജൻ വെച്ചുപിടിപ്പിച്ചതാണ്. പഴയങ്ങാടി പുഴയിൽ മത്സ്യസമ്പത്ത് നിലനിൽക്കണമെങ്കിൽ കണ്ടൽക്കാടുകൾ അത്യാവശ്യമാണ് എന്ന് കുഞ്ഞുനാളിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ആ തിരിച്ചറിവാണ് ഇദ്ദേഹത്തിൽ കണ്ടൽ സ്നേഹം വളർത്തിയത്. ഇന്ന് കടൽ കടന്നെത്തുന്ന നൂറുകണക്കിന് ദേശാടന കിളികളുടെ താവളമാണ് പുഴയോരത്തെ ഈ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾക്കായി സ്വന്തമായി നഴ്സറിയും ഇദ്ദേഹം ഉണ്ടാക്കി. തീരദേശ മേഖലയിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ചും പുതുതലമുറയ്ക്ക് കണ്ടലുകളുടെ ഗുണത്തെ പറഞ്ഞുകൊടുത്തും ഇദ്ദേഹം തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ കണ്ടൽക്കാട് വെച്ച് നമ്മൾ ഈ കര സംരക്ഷിക്കുക ചെറിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു പച്ചപ്പ് നമ്മൾ ഈ പുഴയോരങ്ങൾ പിടിപ്പിക്കുന്നത് അത് നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് വേറെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ശുദ്ധവായു അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നല്ല കരയിലുള്ള എല്ലാ ചെടികളും ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് മണ്ണെടുക്കുക, അപ്പോൾ അവിടെ ചെടികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുഴയോരങ്ങളിൽ ഒരു കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു ശുദ്ധവായു നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത് നല്ലൊരു വായു കിട്ടുന്നത് ഈ കണ്ടലിലൂടെ മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. കണ്ടലുകൾക്കായി ജീവിതം സമർപ്പിച്ച കണ്ടൽ രാജന് അർഹമായതൊന്നും നൽകാൻ സർക്കാർ ഇന്നുവരെ തയ്യാറായിട്ടുമില്ല. എങ്കിലും കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിനുള്ള പരിശ്രമം ഇദ്ദേഹം തുടരുക തന്നെയാണ്. സീൽ ന്യൂസ്, ചെറുകുന്ന്. വീണ്ടും സെവൻസ് ഫുട്ബോൾ കാലമെത്തിയിരിക്കുന്നു. നിയമങ്ങളുടെ ധാരാളിത്തമില്ലാത്ത സ്വതന്ത്ര സഞ്ചാരത്തിന്റെ വന്യതയുമായി 27ാം വർഷവും വളപട്ടണം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തയ്യാറെടുക്കുകയാണ്. കേരളത്തിലെ സെവൻസ് ഫുട്ബോളിന്റെ മെക്കയായിരുന്നു ഒരു കാലത്ത് കണ്ണൂർ. ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളികൾ നടന്നിരുന്നത് കണ്ണൂരും പരിസരത്തുമാണ്. 41 വർഷം പിന്നിടുന്ന വളപട്ടണം ടൗൺ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ്. AK കുഞ്ഞിമായൻ സ്മാരക സ്വർണ്ണക്കപ്പിന് വേണ്ടിയാണ് സെവൻസ് ഫുട്ബോൾ നടത്തുന്നത്. കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ടൗൺ സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി എളയാടത്ത് അഷ്റഫ്. വളപട്ടണം ടൗൺ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 27ാമത് AK കുഞ്ഞിമായൻ ഹാജി സ്മാരക സ്വർണ്ണക്കപ്പിനും 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കുള്ള ഷെർലോൺ പ്രൈസ് മണിക്കുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 24 മുതൽ ആരംഭിക്കുകയാണ്. 28 ടീമുകളാണ് ഈ തവണ മത്സരിക്കുന്നത്. പൂർണ്ണമായും നോക്കൌട്ട് അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ടൂർണമെന്റിൽ 27 മത്സരങ്ങൾ ഉണ്ടായിരിക്കും. വിപുലമായ ഏകദേശം ഒരു 10,000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള വിപുലമായ തോതിലുള്ള സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ വളപട്ടണം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളപട്ടണം ഫുട്ബോളിൽ കളിച്ച ഇന്ത്യയിലെയും വിദേശത്തെയും താരങ്ങൾ നിരവധിയാണ്. ആഫ്രിക്കൻ താരങ്ങളും നേപ്പാൾ താരങ്ങളുമാണ് സെവൻസ് ഫുട്ബോളിന്റെ ആവശ്യം. ഈ മാസം 24 മുതലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് തുടക്കമിടുന്നത്. 1 ലക്ഷം രൂപ പ്രൈസ് മണിയും നൽകുന്നതും വളപട്ടണം സെവൻസിന്റെ പ്രത്യേകതയാണ്. വളപട്ടണം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഗാലറികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ആർപ്പവിളിയും ആവേശവുമായി സ്വന്തം ടീമിന് പാസ് കൊടുക്കുന്ന കാണികൾ, ഫിഫയുടെ നിയമാവലികളില്ലാതെ കളിക്കളത്തിൽ വിഹരിക്കുന്ന കളിക്കാർ, ഫുട്ബോളിനായി കാതുറക്കുകയാണ് വളപട്ടണം. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം നീലാർ ഭഗവതി ക്ഷേത്രത്തിൽ ആണ്ടുതര മഹോത്സവത്തിന് തുടക്കമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി കലവ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. താലപ്പൊലിയുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. ഞായറാഴ്ച തായമ്പക, വെള്ളാട്ടം തുടങ്ങിയവയും നടന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നീലിയാർ ഭഗവതി, വേട്ടയ്ക്കൊരുമകൻ തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങളും കെട്ടിയാടും. സീൽ ന്യൂസ്, പഴയങ്ങാടി. ശ്രീ കീഴറ കൂലോം ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനം ആചരിച്ചു. ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് പരമേശ്വര നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആധ്യാത്മിക പ്രഭാഷണം, ഭജന, ചാക്യാർകൂത്ത്, തായമ്പക എന്നീ പരിപാടികളും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. പ്രതിഷ്ഠാദിനത്തിൽ സന്ധ്യയ്ക്ക് ദീപസമർപ്പണവും നടന്നു. സീൽ ന്യൂസ്, ധർമ്മശാല. തളിപ്പറമ്പ് കപ്പാലം ഖിദ്മ സഹായ സംഘം നേതൃത്വത്തിൽ അപ്പോളോ മെഡിക്കൽ ലാബുമായി സഹകരിച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PK സുബൈർ മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർ കൊടിയിൽ സലീം, PC നസീർ, PP നിസാർ, CPV അബ്ദുള്ള, P അനസ് തുടങ്ങിയവർ സംസാരിച്ചു. AP നാസർ അധ്യക്ഷത വഹിച്ചു. സൌജന്യ കിഡ്നി, കൊളസ്ട്രോൾ, ഷുഗർ പരിശോധനയാണ് നടത്തിയത്. 550ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. മുണ്ടേരി അക്ഷയശ്രീകളുടെയും കൊയിലി ഹോസ്പിറ്റൽ ഓഫ് നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ റിസർച്ച് സെന്റർ കണ്ണൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുണ്ടേരി സെൻട്രൽ UP സ്കൂളിൽ നടന്ന പരിപാടി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ മെമ്പർ TP രാജീവൻ അധ്യക്ഷത വഹിച്ചു. PK സുധാകരൻ, AP രഘുത്തമൻ, PK അരവിന്ദാക്ഷൻ, ഭാർഗവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ ബൈജു കുണ്ടിൽ അവയവദാന സമ്മതപത്രം ഏറ്റുവാങ്ങി. ആസ്മ, അലർജി, ജനറൽ മെഡിസിൻ, TFT ടെസ്റ്റ്, ഷുഗർ, പ്രഷർ തുടങ്ങിയ വിഭാഗങ്ങളിലായി 100 കണക്കിന് പേർ ചികിത്സയ്ക്കായി എത്തി. സൌജന്യ മരുന്ന് വിതരണവും നടന്നു. സീൽ ന്യൂസ്, മുണ്ടേരി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.